അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊല്ലപ്പെട്ടുവെന്ന് പ്രഖ്യാപിച്ച് ഇറാന്റെ നേതാവ് IRGC കമാൻഡർ അഹമ്മദ് വാഹിദി പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അമേരിക്കയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള ഖമനേയിയുടെ സംസ്കാര ചടങ്ങിലേക്കാണ് അഹമ്മദ് വാഹിദി പുനർജനിച്ച് എത്തിയിരിക്കുന്നത്. ഇറാന്റെ നിഴൽ ജനറൽ എന്നറിയപ്പെടുന്ന അഹമ്മദ് വാഹിദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന വ്യാജ വാർത്തകൾക്കും ഇതോടെ അറുതിയായിരിക്കുകയാണ്. ഖമനേയിയുടെ തുടർന്നുള്ള ചടങ്ങുകളിലും സജീവമായി വാഹിദി പങ്കെടുക്കുമെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഫെബ്രുവരി 8-നാണ് വാഹിദി അവസാനമായി പൊതുവേദിയിൽ എത്തിയിരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊല്ലപ്പെട്ടുവെന്ന് പ്രഖ്യാപിച്ച ഇറാന്റെ നേതാവ് IRGC കമാൻഡർ അഹമ്മദ് വാഹിദി പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അമേരിക്കയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള ഖമനേയിയുടെ സംസ്കാര ചടങ്ങിലേക്കാണ് അഹമ്മദ് വാഹിദി പുനർജനിച്ചെത്തിയിരിക്കുന്നത്. ഇറാന്റെ നിഴൽ ജനറൽ എന്ന് അറിയപ്പെടുന്ന അഹമ്മദ് വാഹിദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന വ്യാജ വാർത്തകൾക്കും ഇതോടെ അറുതിയായിരിക്കുകയാണ്. ഖമനേയിയുടെ തുടർന്നുള്ള ചടങ്ങുകളിലും സജീവമായി വാഹിദി പങ്കെടുക്കുമെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഫെബ്രുവരി 8-നാണ് വാഹിദി അവസാനമായി പൊതുവേദിയിലെത്തിയിരുന്നത്. ഖമനേയിയുടെ ശവസംസ്കാര ചടങ്ങുകൾക്ക് മുന്നോടിയായി വ്യാഴാഴ്ച നടന്ന ഒരു യോഗത്തിലാണ് വാഹിദി പങ്കെടുത്തത്. ഖമനേയിയുടെ ശവപ്പെട്ടിക്കരികിലിരിക്കുന്ന വാഹിദിയുടെ ചിത്രങ്ങളും ഇതോടൊപ്പം പുറത്തു വന്നിരുന്നു. ഇറാൻ സ്റ്റേറ്റ് മീഡിയ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുകളിലും വിലാപ ചടങ്ങിൽ വാഹിദി പങ്കെടുത്തുവെന്ന് വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ IRGCയുടെ നേതൃത്വം വഹിക്കുന്ന വാഹിദി ഇറാന്റെ പ്രതിരോധ മേഖലയിലെ ഏറ്റവും ശക്തനായ വ്യക്തിയായാണ് അറിയപ്പെടുന്നത്. ഖമനേയിക്ക് ശേഷമുള്ള ഇറാന്റെ പുതിയ അധികാര ഘടനയിൽ നിർണായക സ്ഥാനം വാഹിദിക്ക് ലഭിച്ചേക്കുമെന്ന് ഉറപ്പാണ്. ഇത് ട്രംപിന്റെ ഉറക്കം കളയുന്ന ഘടകമാണ്. അതേസമയം ടെഹ്റാനിൽ നടക്കുന്ന സംസ്കാര ചടങ്ങുകളിൽ വരും ദിവസങ്ങളിൽ 20 ദശലക്ഷത്തിലധികം പേർ പങ്കെടുക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഗ്രാൻഡ് മുസല്ലയിൽ പൊതുദർശനത്തിന് വയ്ക്കുന്ന ഭൗതിക ശരീരം വിലാപയാത്രയായി ഷിയ മുസ്ലിംകളുടെ പുണ്യനഗരമായ ഖോമിലേക്ക് കൊണ്ടുപോകും. ഇറാനിലെയും ഇറാഖിലെയും വിവിധ നഗരങ്ങളിൽ നടക്കുന്ന മതപരമായ ചടങ്ങുകൾക്കും വിലാപയാത്രയ്ക്കും ശേഷം ജൂലൈ 9-ന് ജന്മനാടായ മഷ്ഹദിലെ ഇസാം റിസ മഖ്ബയിൽ ഖബറടക്കും. സുരക്ഷാ കാരണങ്ങളാൽ ഇറാന്റെ പുതിയ പരമോന്നത നേതാവും അലി ഖമനേയിയുടെ മകനുമായ മൊജ്തബ ഖമനേയി സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കില്ലെന്ന് ഇന്ത്യയിലെ ഇറാൻ പ്രതിനിധി ആയത്തുള്ള ഹക്കീം ഇലാഹി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഫെബ്രുവരി 28-ന് US ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിലാണ് ഖമനേയി കൊല്ലപ്പെട്ടത്. സംഘർഷ പശ്ചാത്തലത്തിൽ 125 ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്നത്. US-ഉം താൽക്കാലിക വെടിനിർത്തൽ ഉടമ്പടിയിൽ ഒപ്പുവെച്ചതോടെയാണ് ഇറാൻ ഖമനേയിയുടെ ഔദ്യോഗിക സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കമിട്ടത്. ദശകങ്ങളോളം ഇറാനെ നയിച്ച ഖമനേയിയുടെ വിയോഗത്തിൽ അനുശോചിക്കാനെത്തുന്ന ജനലക്ഷങ്ങൾക്കായി അധികൃതർ വലിയ തോതിലുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അഹമ്മദ് വാഹിദിയെക്കുറിച്ച് പറഞ്ഞാൽ ഇറാനിയൻ സൈനിക രംഗത്തെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ഇദ്ദേഹം നേരത്തെ ഇറാനിലെ ആഭ്യന്തരമന്ത്രിയായും പ്രതിരോധ മന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2026-ലെ ഇറാൻ ഇസ്രയേൽ US സംഘർഷത്തിനിടെ മുൻ കമാൻഡർ മുഹമ്മദ് ബക്പോർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് വാഹിദി IRGCയുടെ തലപ്പത്തേക്കെത്തിയത്. IRGCയുടെ ഉപവിഭാഗമായ ഖുദ്സ് ഫോഴ്സിന്റെ ആദ്യ കമാൻഡർമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഇറാന്റെ സുരക്ഷാ സൈനിക നയങ്ങളിൽ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തിയായിട്ടാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഈ ഉദ്യോഗസ്ഥന്റെ വരവ് അതുകൊണ്ട് തന്നെ വലിയ തലവേദന അമേരിക്കയ്ക്ക് നൽകിയേക്കാം. 2026 ഫെബ്രുവരിയിൽ നടന്ന ഇസ്രായേൽ US ആക്രമണങ്ങൾക്ക് ശേഷം മാസങ്ങളോളം പൊതുവേദിയിൽ കാണപ്പെടാതിരുന്നതോടെയാണ് വാഹിദി കൊല്ലപ്പെട്ടുവെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചത്. അവിടെ നിന്നാണ് വാഹിദി വീണ്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്.